അമിതമായ അമൃതും വിഷം എന്ന് കേട്ടിട്ടുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരപ്രദമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിലൊക്കെ എല്ലാ ദിവസവും 5 നേരങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ വെജിറ്റേറിയൻസിന് ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ വെജിറ്റേറിയൻസിനാണ് കൂടുതൽ പെട്ടെന്നുള്ള മരണങ്ങളും മറ്റും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വെജിറ്റേറിയൻ ഡയറ്റിന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അശാസ്ത്രീയപരമായിട്ട് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ലോക വേഗൻ ഡേ, വെജിറ്റേറിയൻസിന്റെ ഡേയിൽ, അത് നവംബർ 1-നാണ്. ആ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം വേഗൻ ഡയറ്റ്, പ്യുവർ വേഗൻ ഡയറ്റ്, പറഞ്ഞാൽ വേവിച്ച വെജിറ്റേറിയൻ പോലും കഴിക്കാതെ റഷ്യയിൽ ഒരു വ്ളോഗർ മരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അശാസ്ത്രീയമായതുകൊണ്ടാണ്. എങ്ങനെ ശാസ്ത്രീയപരമായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം എന്നതാണ് പറയാനുള്ളത്. വെജിറ്റേറിയൻസ് തന്നെ പലതരം ആൾക്കാരുണ്ട്. പ്യുവർ വേജൻ എന്ന് പറയുമ്പോൾ അതിൽ കോഴിമുട്ട, പാല്, മറ്റ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മാംസങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതി. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും, അതിലൂടെ നമുക്ക് മൾട്ടി വൈറ്റമിൻസുകൾ, ധാതുക്കൾ, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകളൊക്കെ നമുക്ക് ലഭ്യമാകും. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ള. ഒരേ തരം തന്നെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഒരു ആഴ്ചയിൽ ഒരു 30 വെറൈറ്റികൾ, റെയിൻബോ ഡയറ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, റെയിൻബോ കളർ, വ്യത്യസ്ത കളറിലുള്ളതും വ്യത്യസ്ത രൂപത്തിലുള്ളതുമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുമ്പിന്റെയും മറ്റ് ധാതുക്കളുടെയും ഒക്കെ ഒരു ഉത്ഭവമാണ്. പലപ്പോഴും വെജിറ്റേറിയൻസിന് ഏറ്റവും കുറഞ്ഞു പോകുന്നത് ഇരുമ്പിന്റെ ഒരു കുറവ് ഒരുപാട് കാണാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി, അനീമിയ കാരണമാണ് പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഏരിയകളിലൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് അത് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മരണനിരക്കൊക്കെ ഏറ്റവും കൂടുന്നതും ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന പറയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധാരാളം പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ബീൻസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാരും നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പയറുവർഗ്ഗങ്ങൾ കറി ഉണ്ടാക്കുമ്പോഴും മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫുൾ ധാന്യങ്ങളാണ്. ഓട്സ്, ക്വിനോവ, ബ്രൗൺ റൈസ്, പിന്നെ ഗോതമ്പ്. പിന്നെ ഈ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. നമ്മളെ മോഡൽ മരിച്ചു എന്ന് പറഞ്ഞല്ലോ പണ്ട്, വെറും വെജിറ്റേറിയൻ ഡയറ്റ് അവർ ഇതുപോലുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. ഇതുപോലെ നാര് പൊടി, ഇതുപോലെ നമുക്ക് പ്രോട്ടീനൊക്കെ സപ്ലൈ ചെയ്യുക, നട്ട്സ്, അതുപോലത്തെ സംഭവങ്ങൾ പോലും കഴിക്കാത്ത, അതിലും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേഗൻ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് ആ മോഡലൊക്കെ മരിച്ചു പോകാൻ കാരണം. അത് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. ഈ നട്ട്സ് ആൻഡ് സീഡ്സ്, വിത്തും നട്ട്സും, ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് പ്രോട്ടീനുകൾ, പിന്നെ നമുക്ക് ആവശ്യമുള്ള നല്ല കൊഴുപ്പുകൾ, omega-3 ഫാറ്റി ആസിഡുകളൊക്കെ ഇത് സപ്ലൈ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കഴിക്കേണ്ടത്? ഒന്ന് ബദാം, ചിയ സീഡ്സ്, വാൾനട്ട്, ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ സസ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീനുകൾ നമുക്ക് ലഭ്യമാണ്. ടോഫു, അതുപോലെ ചിലപ്പം വേണമെങ്കിൽ നമുക്ക് സസ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോട്ടീൻ പൗഡറുകളൊക്കെ ലഭ്യമാണ്. അതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ചുറുചുറുക്ക് നിൽക്കുന്ന പ്രോട്ടീൻ നമുക്ക് യഥാർത്ഥ രീതിയിൽ ലഭിച്ചു എന്നുള്ളത് ഉറപ്പാക്കണം. പാല് കഴിക്കാത്ത വെജിറ്റേറിയൻസ് എന്താ ചെയ്യുന്നത്? അവർ ഓട്സ് മിൽക്ക്, ബദാം മിൽക്ക്, സോയ മിൽക്ക്, ഇതൊക്കെ ഉപയോഗിച്ചുള്ള തൈരും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. ഇത് ഉപയോഗിക്കൽ ആവശ്യമാണ്. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള അവക്കാഡോ, ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ, ഇവയൊക്കെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സസ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുറവ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 ആണ്. അപ്പോൾ ചില ഭക്ഷണങ്ങളൊക്കെ അത് ലഭിക്കുമെങ്കിലും ഭൂരിഭാഗത്തിൽ അത് ലഭിക്കില്ല. അപ്പോൾ സസ്യാധിഷ്ഠിതമായ ഭക്ഷണം കഴിക്കുന്നവർ B12 സപ്ലിമെന്റ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ കുറവ് വരാൻ സാധ്യത നേരത്തെ പറഞ്ഞു. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ചീര, ബീൻസ് തുടങ്ങിയവയാണ്. അപ്പൊ ഈ ഇരുമ്പ് ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ C കൂടി നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആഗിരണം ചെയ്യപ്പെടും. ഇരുമ്പിന്റെ കുറവിന്റെ പ്രശ്നം പരിഹരിക്കാനും പറ്റും. പ്യുവർ വെജിറ്റേറിയൻസിന് കാൽസ്യം എവിടെ നിന്നാണ് കിട്ടുക?
എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ സസ്യപാലുകളിൽ ഫോർട്ടിഫൈ ചെയ്ത സസ്യപാലുകളിലൂടെ കാൽസ്യം ലഭിക്കും. അതുപോലെ വലിയൊരു കുറവ് വരുന്ന ഒരു സംഭവമാണ് വിറ്റാമിൻ ഡി. അത് സൂര്യപ്രകാശത്തിലൂടെ ലഭ്യമാകുന്നത് നമ്മൾ തീർച്ചയായിട്ടും വെജിറ്റേറിയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വൈറ്റമിൻ ഡി ലഭ്യമാക്കാൻ ആ സമയങ്ങളിൽ നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ സപ്ലിമെന്റ് കഴിക്കുക. omega-3 ഫാറ്റി ആസിഡ് നമുക്ക് മത്സ്യത്തിൽ നിന്നൊക്കെ കിട്ടുന്നത്. വെജിറ്റേറിയൻസ് ഓപ്ഷൻസിന് എന്ത് കഴിക്കും? വാൾനട്ട്, ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതിലൊക്കെ ഈ omega-3 ഫാറ്റി ആസിഡ് ലഭ്യമാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു വെഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഈ സമീകൃതപരമായിട്ട് ഓരോ ഭക്ഷണം കിട്ടി എന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. വെഗൻ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്തരം മൾട്ടി വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും വൈറ്റമിൻ ഡി അല്ലെ, അല്ലെങ്കിൽ പിന്നെ ഒമേഗ ഫാറ്റിസിന്റെ ഒക്കെ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടത്. വേഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ആരോഗ്യ പ്രശ്നം ദഹനക്കേടിന്റെ ഒരു പ്രശ്നമാണ്. അത് കാരണം ഈ വേഗൻ ഡയറ്റിലൂടെ കൂടുതലായിട്ട് നാരടങ്ങിയ ഭക്ഷണം ഉള്ളിലോട്ട് എത്തുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ക്രമേണ പതിയെ നിങ്ങൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിലേക്ക് വെള്ളം ധാരാളം മിക്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. പിന്നെ ഈ വേഗൻ ഡയറ്റ് ഒരുപാട് പേരിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കുമെങ്കിലും ചിലവിൽ അത് വെയിറ്റ് ലോസ് ഉണ്ടാക്കും, വെയിറ്റ് ഗെയിനും ഉണ്ടാക്കും. അപ്പൊ ഇത് റിഫൈൻ ചെയ്ത ഭക്ഷണത്തിനനുസരിച്ചാണ് നിൽക്കുക. ധാരാളം നിങ്ങൾ റിഫൈൻ ചെയ്യാത്ത സംസ്കരിച്ചെടുക്കാത്ത ഭക്ഷ്യവസ്തുക്കളിൽ ഫോക്കസ് ചെയ്യാണ് വേണ്ടത്. വെജിറ്റേറിയൻസിന് ഉണ്ടാവാൻ പറ്റുള്ള മറ്റൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ്. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞതുപോലെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കുക, വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി സൂര്യപ്രകാശവും കൊള്ളുക. വേഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന മറ്റൊരു മാനസികാരോഗ്യ പ്രശ്നം എന്താ പറയുക? വെജി ഫോബിയ എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും ഭക്ഷണത്തിലേക്ക് നോൺ വെജായി എന്തെങ്കിലും മിക്സ് ആയിട്ട് ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവുകയും അതൊരു ഭയം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മാനസിക പ്രശ്നം ഇതിലൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സാമൂഹികമായിട്ട് ചിലപ്പോൾ നമ്മൾ മറ്റു സൽക്കാരങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്നതൊക്കെ നോൺ വെജ് ഫുഡുകളും മറ്റുമായിരിക്കും. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അതുവരെ പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും വേഗൻ ഡയറ്റ് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെനിഫിഷ്യലാണ്. നമ്മളത് മറ്റൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വെളുക്കാൻ തെച്ചത് പാണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉള്ളിൽ പറഞ്ഞറിയിക്കുക. അത് മറ്റൊരു പോസ്റ്റ് രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ബൈ.